ഞാനിവിടെ ഇരിക്കുമ്പോൾ വെളിച്ചം പോകുന്നത് വരെയും പുറത്ത് ഒരു പോലീസ് ജീപ്പും ഒരു ബുൾഡോസറും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള ആകെയുള്ള ധൈര്യം നിങ്ങളിവിടെ കൂടിയിരിക്കുന്നുണ്ട് എന്നുള്ളതും പുറത്ത് സോൾഡാറ്റിൻ്റെ ഒരു കൊടിയുണ്ട് എന്നുള്ളതാണ്. പടച്ചതമ്പുരാൻ എല്ലാ തരത്തിലുള്ള സവർണ വംശീയ ആധിപത്യങ്ങളെയും അവയുടെ എല്ലാ തരത്തിലുള്ള ഭരണകൂട ഏജൻസികളുടെ ബുൾഡോസറുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും സൂക്ഷ്മമായി നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരിവിടെയുണ്ട് എന്ന ധാരണ നമുക്കുണ്ട്. അവരോട് സ്നേഹപൂർവ്വം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷേ ഈ പരിപാടിയുടെ പേരിൽ, ഇവിടുത്തെ സോളിഡാരിറ്റി പ്രവർത്തകരുടെ പേരിലോ ഇവിടെ സംസാരിച്ച ആളുകളുടെ പേരിലൊക്കെ FIR രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിൽ സൗകര്യം പോലെ IPC 153-യോ 153-A-യോ 124-ഓ UAPA-യോ ഒക്കെ രജിസ്റ്റർ ചെയ്യാം. വേണമെങ്കിൽ ഇതിനു മുമ്പിലുള്ള ഒരു ടേബിളിൽ നിന്ന് RSSകാരെ കൊലപ്പെടുത്താനുള്ള ഹിറ്റ് ലിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു രേഖയും കണ്ടെടുത്താൽ ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ സുപ്രീം കോടതി പോലും അവർക്ക് ഞങ്ങൾക്കാർക്കും ജാമ്യം തരില്ല എന്ന ബോധ്യവും നിങ്ങൾക്കുണ്ടാവും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്നാമതായി നിങ്ങൾ ഭരണകൂടത്തിൻ്റെ കരുക്കളാവുകയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ്. നിങ്ങളുടെ സാമൂഹ്യ സ്ഥാനം എന്താണ്? നിങ്ങൾക്ക് പോലീസിൻ്റെ ശമ്പളം പറ്റാം, ജോലി ചെയ്യാം, കുട്ടികളെ പോറ്റാം, അതിലൊന്നും ഞാനൊരു തെറ്റും കാണുന്നില്ല. പക്ഷേ ആരെയാണ് നിങ്ങൾ ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചാർത്തിക്കൊണ്ട് തങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിൻ്റെ പേരിൽ, തങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിയെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതിൻ്റെ പേരിൽ, അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ, ഉറക്കെ കരയുന്നു എന്നതിൻ്റെ പേരിൽ കേസുകൾ എടുത്ത് നിശബ്ദമാക്കാൻ, ഭയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സമയം കിട്ടുമ്പോൾ ആലോചിക്കണമെന്ന് ഈ എന്നെ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കാൻ ഏൽപ്പിക്കപ്പെട്ട പോലീസുകാരോട് സ്നേഹബുദ്ധിയ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് കാസർഗോഡിനോട് ഭരണകൂടത്തിന് ഇത്ര വിരോധം എന്നാണ് ഞാൻ ആലോചിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും നിങ്ങളോട് നമ്മുടെ നാട്ടിലെ ഭരണകൂടത്തിന് ഇത്ര വിരോധം? അത് റിയാസ് മൗലവിയുടെ കൊലപാതകത്തിലെ പ്രതികളെ സംരക്ഷിച്ചതിനോട് മാത്രം ചേർത്ത് ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോവിഡ് കാലത്ത് നിങ്ങളുടെ നാട്ടിലെ ഒരു സാധാരണ പ്രവാസിയായ മനുഷ്യൻ, അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്ന് നാട്ടിലൊരു കല്യാണത്തിൽ അബദ്ധത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ അയാൾ ഇനി ഗൾഫ് കാണില്ല, അവൻ്റെ പാസ്പോർട്ട് ഞങ്ങൾ കണ്ടുകിട്ടും എന്ന് പറഞ്ഞൊരു കലക്ടർ, എൻ്റെ ഓർമ്മയിൽ അയാളുടെ പേര് സജിത് ബാബു എന്നോ മറ്റോ ആണ്, ഭയപ്പെടുത്തുമാർ അയാളുടെ ഒരു ശരീരഭാഷ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ ജില്ലാ കലക്ടറാണ്. ആരാണ് ഈ ജില്ലാ കലക്ടർ? ബ്രിട്ടീഷുകാരുടെ കാലത്തെ കലക്ടറൊന്നും അല്ലല്ലോ. ഈ നാട്ടിൽ നമ്മളെ ശമ്പളം പറ്റുന്ന ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ. ജനാധിപത്യ രാജ്യമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു രാജ്യത്തെ ഒരു സാധാരണ റവന്യൂ ഉദ്യോഗസ്ഥൻ, ജില്ലാ ഭരണാധികാരി എന്നൊരു പേരുണ്ടെന്ന് കരുതി അയാൾ ഇനി ഗൾഫ് കാണില്ല എന്ന് കാസർഗോഡ് ഇരുന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കണം. നേരത്തെ സജീക്കയുടെ കാസർഗോഡ് കാദർബായിയെ കുറിച്ച് പറഞ്ഞല്ലോ. അയാൾ ഇനി ഗൾഫ് കാണില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഗൾഫും കാസർഗോഡും തമ്മിലുള്ള ബന്ധം? ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഭരണകൂട വിവേചനങ്ങളെയും കാസർഗോഡ് അടക്കമുള്ള മലബാർ എന്ന് പറയുന്ന ദേശം, സവിശേഷമായി കാസർഗോഡ് അടക്കം അതിജീവിച്ചത് ഗൾഫിന്റെ സഹായത്തോടു കൂടിയാണ്. ഈ നാട്ടിലെ തങ്ങളുടെ മക്കളെ, ഉമ്മമാരെ, മാതാപിതാക്കളെ ഇങ്ങനെ പതിരുപോലെ പകുത്തിട്ട് വിട്ടുകളഞ്ഞിട്ട് മനുഷ്യർ ഗൾഫിൽ പോയി മണലാരണ്യത്തിൽ വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിച്ചുണ്ടാക്കിയതാണ് കാസർഗോഡ് കാണുന്ന നിങ്ങളുടെ എല്ലാ അതിജീവനത്തിൻ്റെ ഈ ഇടങ്ങളും എന്ന് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് +2 പഠിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് സീറ്റില്ല, നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ സിലിണ്ടർ ഇല്ല, നിങ്ങൾക്ക് ഡോക്ടർമാരില്ല, നിങ്ങൾക്ക് വേണ്ടി ആശുപത്രികൾ ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോഴും നിങ്ങൾ മംഗലാപുരത്തേക്ക്, കോവിഡ് കാലത്ത് മംഗലാപുരത്ത് BJP സർക്കാർ ഭരിച്ചാലോ കോവിഡ് വന്നാലോ അതിർത്തിയിൽ കിടന്ന് മരിക്കേണ്ടി വരുന്ന മനുഷ്യരായി ഇപ്പോഴും കാസർഗോട്ടുകാരെ നിലനിൽക്കുമ്പോഴും അവരിനി ഗൾഫ് കാണില്ല എന്ന് പറയുന്ന ജില്ലാ കലക്ടർമാർ നിങ്ങൾക്കുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്.
എന്തുകൊണ്ടാണ് ലോകത്ത് എവിടെയും ഇല്ലാത്ത പോലെ ഒരു DYSP ചീമേനിയിലെ ഒരു DYSP എന്തുകൊണ്ടാണ് പള്ളി കമ്മിറ്റിക്ക് കത്ത് നൽകുന്നത്? അവിടുത്തെ ഏതോ ഒരു ജോലിക്കാരൻ്റെ പേരിൽ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഏതോ ഒരു പെൺകുട്ടി പരാതി കൊടുക്കുന്നു. ആ കേസിന്റെ മെറിറ്റിലേക്കല്ല, അങ്ങനെ ഏതോ ഒരു കേസിൽ, ഒരു പോക്സോ കേസിൽ ഒരു പള്ളിയിലെ ഒരു ജോലിക്കാരൻ പെടുമ്പോഴേക്ക് ആ പ്രദേശത്തെ മുഴുവൻ മദ്രസകൾക്കും പള്ളികൾക്കും ഒരു DYSP CRPCയിലോ ഈ പറയുന്ന പോലീസ് നടപടിക്രമങ്ങളിലോ ഇല്ലാത്തൊരു നോട്ടീസ്. പോലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വയംഭൂവായി അവർക്ക് തോന്നുന്നതൊക്കെ ഇണ്ടാസിറക്കാൻ കഴിയുന്ന ഒരു അധികാര സംവിധാനം അല്ലല്ലോ. പോലീസിന് എവിടുന്ന് അധികാരം കിട്ടുക? പോലീസിന് അധികാരം കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ അത് പോലീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പറഞ്ഞിട്ടുണ്ടാവണം. ഇതൊന്നുമില്ലാത്തൊരു നോട്ടീസ് ചീമേനിയിൽ ഒരു DYSP ഇറക്കുന്നു. മദ്രസകൾക്കും പള്ളികൾക്കും അതിന്റെ കമ്മിറ്റികൾക്കും ഭീഷണിക്കത്ത് എഴുതുന്നു. ഇതുപോലുള്ള ആളുകളെ ഇനി പള്ളിയിൽ വെച്ചാലുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും എന്ന് പറഞ്ഞിട്ട് കത്തെഴുതുന്നു. എവിടുന്നാണ് കാസർഗോഡ് മാത്രം ഇറങ്ങുന്ന ഇത്തരം പോലീസ് ഇൻഡാസുകൾ ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഭരണകൂടം നിങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തി ഭരിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനോട് ചേർന്നാണ് സംഘപരിവാർ നിങ്ങൾക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ ഒരു വംശീയ പദ്ധതിയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഞാൻ റിയാസ് മൗലവിയുടെ ഒരു കേസിനെ ചുറ്റിപ്പറ്റി മാത്രമല്ല അതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ പറയപ്പെടുന്ന കൊലപാതകങ്ങൾ മുഴുവനും, ആരാണ് റിയാസ് മൗലവി എന്ന് ചോദിച്ചാൽ, അദ്ദേഹം കൊല്ലപ്പെടുന്നത് വരെയും നമുക്കാർക്കും അറിയാത്ത ഒരു മനുഷ്യൻ. ഇന്ന് വരെ ഏതെങ്കിലും ഒരാളോടെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും ഒരു വിദ്വേഷമുണ്ട് എന്ന് പേരിനെങ്കിലും ആർക്കും അറിയാത്ത ഒരാൾ. ചൂരിയിലെ പള്ളിയിൽ പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം. ആ പള്ളിയിൽ അങ്ങനെ എളുപ്പത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് ഓടിച്ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലമൊന്നുമല്ല. ആ പള്ളിയിൽ പോകണമെങ്കിൽ ആ പള്ളിയിലേക്ക് തീരുമാനിച്ചു പോകണം. അത് മർദ്ദരാത്രിയിൽ എത്ര കള്ളു കുടിച്ചാലും ചൂറിയിലെ പള്ളിക്ക് വഴിയറിയണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം നമുക്ക്. ആ പള്ളിൻ്റെ ഉള്ളിക്ക് കള്ളു കുടിച്ചിട്ട് ബോധമില്ലാത്തവരത്തിന് പള്ളിൻ്റെ ഉള്ളിക്ക് വഴിയറിയാതെ ചെല്ലാൻ കഴിയില്ല. അങ്ങനെ പള്ളിയുടെ ഉള്ളിലെത്തുകയും അയാൾ കിടന്നുറങ്ങുന്നിടത്ത് വാതിൽ മുട്ടുകയും കത്തി കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ താല്പര്യം എന്താണ് എന്ന ചോദ്യത്തിന് മദ്യലഹരി എന്ന മറുപടി ഉണ്ടാകുന്നത് എത്ര ഭീകരമായ ഒരു പദ്ധതിയാണ്. ആ കൊലപ്പെടുത്തിയതിനേക്കാൾ വലിയൊരു പദ്ധതിയല്ലേ മദ്യലഹരിയിൽ ഏതാനും യുവാക്കൾ വെറുതെ അബദ്ധത്തിൽ വാശിയിൽ കൊലപ്പെടുത്തി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പോലീസ് റിപ്പോർട്ട് ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ കൊലപാതകം നടന്നതിൻ്റെ തൊട്ടുടനെ നമ്മളൊക്കെ ഇവിടെ വരുമ്പോൾ ആളുകൾ പറയുന്നുണ്ട്, ഈ നവീൽ കുമാർ കട്ടീൽ എന്ന് പറയുന്നയാൾ ഇവിടെ വരികയും ഇവിടെ നേരത്തെ നടന്നിട്ടുള്ള ഒരു RSSകാരൻ്റെ കൊലപാതകത്തിന് നമുക്ക് പ്രതികാരം ചെയ്യാൻ, നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നടക്കമുള്ള വംശീയത ജനിപ്പിക്കുന്ന, വിദ്വേഷം ജനിപ്പിക്കുന്ന, ഭീകരത ജനിപ്പിക്കുന്ന, ആളുകളിൽ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ടെന്നും ഈ ചെറുപ്പക്കാർ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും അന്ന് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരും പറയുന്നുണ്ട്. പോലീസ് മാത്രം അതറിയാതിരിക്കുന്നു. എന്തുകൊണ്ടാണ് നവീൽ കുമാർ കട്ടീലിൻ്റെ പ്രഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ പരിപാടി നടത്തിയ ആളുകളെ പോലീസ് ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നവീൽ കുമാർ കട്ടീലിനെ സാക്ഷിയായിട്ടെങ്കിലും ആ കേസിൽ വിസ്തരിക്കാതെ പോയത് എന്ന ചോദ്യത്തിന് പോലീസിന് മറുപടി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പകരം പോലീസ് ഒരു കഥയുണ്ടാക്കുകയാണ്. നേരത്തെ എന്തോ ഒരു വിരോധമുണ്ടായിരുന്നു, ആ വിരോധത്തിന്റെ പേരിൽ അവർക്ക് മുസ്ലിങ്ങളോട് പ്രശ്നമുണ്ടായിരുന്നു, ആ മുസ്ലിങ്ങളോടുള്ള പ്രശ്നത്തിന്റെ പേരിൽ RSSകാർ വളരെ കൃത്യമായ ഒരു മോട്ടീവ് മുന്നിലുണ്ടായിരിക്കെ ഒരു നിലക്കും ആളുകൾക്ക് സാധാരണഗതിയിൽ എത്തിപ്പെടാൻ കഴിയാത്തൊരു പള്ളിയിൽ കിടന്നുറങ്ങുന്ന, അർദ്ധരാത്രിക്ക് ശേഷം കിടന്നുറങ്ങുന്ന ഒരു പാവം മനുഷ്യന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ, നെഞ്ചത്ത് കത്തി കുത്തിയിറക്കുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസിന് അതിൻ്റെ കാരണങ്ങൾ, യഥാർത്ഥ കാരണങ്ങൾ ചാർജ് ഷീറ്റിലും FIRലും എഴുതാൻ കഴിയാതെ പോകുന്നത്? FIRൽ ഏതോ മുൻവിരോധമെന്നും മദ്യലഹരിയെന്നും മാത്രം എഴുതി വെച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ സാധാരണ പോലീസ് അവരുടെ എല്ലാ അപസർപ്പക കഥകളും എഴുതുന്ന ഒരു രേഖയാണ് റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതാത്ത കഥകളില്ല, അപസർപ്പക കഥ. ഏതാനും കുട്ടികളെ കഴിഞ്ഞ ദിവസം ഈ ഈരാറ്റുപേട്ടയിലോ മറ്റോ പള്ളീൻ്റെ മുമ്പിൽ ഒരു വീഡിയോ എടുക്കാൻ പോയതിൻ്റെ പേരിൽ അതിഭീകരത ചിത്രീകരിച്ച് കൊലപാതകികളാക്കി, കൊലപാതക ശ്രമം നടത്തുന്നവരാക്കി ഒരു കേസെടുത്തല്ലോ. അതിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കി.
ഇവിടെ നടന്നിട്ടുള്ള എല്ലാ സാധാരണ കുറ്റകൃത്യങ്ങളെപ്പോലും ഒരു ഭീകരപ്രവർത്തനമാക്കി മാറ്റുന്ന ഒരു അപസർപ്പക കഥയാണ് പോലീസ് എന്ന് പറയുന്നത്. പോലീസ് നിരന്തരമായി എന്ത് തോന്നിവാസവും എഴുതി വെക്കുന്ന ഒരു രേഖയാണ് റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും RSS എന്ന പദമില്ല, മുസ്ലിം വിരോധം എന്ന പദമില്ല, അത്തരത്തിലുള്ള ആലോചനകളെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല, ഗൂഢാലോചനയെക്കുറിച്ചുള്ള സംസാരമില്ല, നവീൽ കുമാർ കാട്ടിയിലില്ല, ഒന്നുമില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് തീരുമാനിച്ചത് റിമാൻഡ് റിപ്പോർട്ടിൽ പോലും അത് വേണ്ടതില്ല, ആ ഭാഗത്തേക്ക് അന്വേഷണം വേണ്ടതില്ല എന്ന് ലോക്കൽ പോലീസിന് നിർദ്ദേശം നൽകിയത് ആരാണ്? അവിടെ മുതൽ ഈ കേസിന്റെ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നാണ്. അതിനൊരു വലിയ ഗൂഢാലോചനയൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമില്ല. വളരെ സ്വാഭാവികമായ പ്രക്രിയയായി ഈ അട്ടിമറി കേരള പോലീസിനകത്ത് നടക്കുന്നു എന്താണ് ഞാൻ പറയുന്നത്. അതിന് പിണറായി വിജയൻ ഗൂഢാലോചന നടത്തി RSSനെ സംരക്ഷിക്കുകയല്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് പേരിന് വേണ്ടിയിരിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി മാത്രമാണ് എന്നതാണ് വിമർശനം. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് സംഘപരിവാറിന്റെ ഡീപ് സ്റ്റേറ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഒരു കൊലപാതകം നടന്നാൽ അതിന്റെ യഥാർത്ഥ വസ്തുതകളെ കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ സമയത്ത് തന്നെ ആ കേസ് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടാകുന്നത് RSS ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ പറഞ്ഞാൽ വർഗീയതക്കുള്ള വിദ്വേഷത്തിനുള്ള ഒരു കലാപാഹ്വാനമാണോ എന്ന സംശയം പോലീസിനുണ്ടാവാം. അങ്ങനെയാണ് പോലീസ് സാധാരണ കേസെടുക്കുക. ഇതൊരു ഞാനിപ്പോൾ ഈ നടത്തുന്നത് ഒരു കലാപാഹ്വാനമാണോ? പോലീസിന് മതമുണ്ടോ? ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ പോലീസ് ഒരു സമൂഹത്തോട് വിവേചനം കാണിക്കുന്നു എന്ന വിമർശനം ഉന്നയിച്ചാൽ അതെങ്ങനെയാണ് മതസ്പർദ്ധയാകുക? പോലീസിന് മതമുണ്ടോ? എങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങളുടെ മതം ഏതാണ്? കേരള പോലീസ് പറയട്ടെ, ഞങ്ങൾക്ക് മതമുണ്ട്, ഞങ്ങളുടെ മതത്തെയാണ് നിങ്ങൾ അവഹേളിക്കുന്നത് എന്ന്. പിന്നെ എങ്ങനെയാണ് ഇത് മതസ്പർദ്ധയാവുക? പോലീസിനെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമായി മാറുക? നിങ്ങൾ ഏത് ജനത്തിന്റെ പ്രതിനിധിയാണ്? പോലീസിനെ വിമർശിക്കുമ്പോൾ അത് ജനവിഭാഗങ്ങൾ തമ്മിലുള്ള വിഭാഗീയതയാണ് എന്ന് പോലീസ് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനമേതാണ്? നിങ്ങൾ ഏത് വിഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? നിങ്ങളുടെ മതം ഏതാണ് എന്ന് വിശദീകരിക്കാൻ കേരള പോലീസ് സത്യസന്ധത കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ മുഴുവൻ നിശബ്ദവൽക്കരിക്കാം എന്ന് പോലീസ് തെറ്റിദ്ധരിക്കരുത്. എന്തുകൊണ്ടാണ് FIR-ൽ പോലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇല്ലാതെ പോയത്? ഇപ്പോൾ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ ആ പള്ളിയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ സാക്ഷി പറയുകയാണ്. ഞാൻ അവരെ കണ്ടിരുന്നു. പോലീസിന്റെ മൊഴിയിലില്ല. എങ്ങനെയാ പോലീസ് സാധാരണ മൊഴി ഉണ്ടാക്കുക? നിങ്ങൾ ഷാൻ വധക്കേസിൽ അതില്ല. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പോലീസിന്റെ അന്വേഷണം ഒന്ന് വായിച്ചു നോക്കൂ. എത്ര മനോഹരമായി പ്ലാന്റഡ് സാക്ഷികളാണ് എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിൽ എത്ര കള്ളസാക്ഷികൾ ആ കേസിലുണ്ട്. എല്ലാ ഗൂഢാലോചനക്കും രഞ്ജിത്ത് ശ്രീനിവാസനോട് കൂറുള്ള, അയാളുടെ രാഷ്ട്രീയത്തോട് കൂറുള്ള സാക്ഷികൾ ആ കേസിലുണ്ട്. എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? ഒരു പ്രതിയെ ശിക്ഷിക്കാൻ പോലീസ് തീരുമാനിച്ചാൽ കേസിൽ സാക്ഷികൾ ഉണ്ടാകും, കേസിൽ കാഴ്ചക്കാരുണ്ടാവും, ഐ വിറ്റ്നസ് ഉണ്ടാകും. ഒരു കേസിൽ പോലീസ് പ്രതിയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ കേസിൽ ലൂപ്പ് ഹോളുകൾ ഉണ്ടാകും, കേസിൽ പ്രതികളെ വിട്ടുപോകാനുള്ള വഴികൾ ഉണ്ടാകും. അങ്ങനെയാണ് പോലീസ് സാധാരണ കേസ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഈ സാക്ഷിയെ കൊണ്ട് പറയിപ്പിക്കാമായിരുന്നു ഇവരുടെ അടയാളങ്ങൾ ഇന്നതൊക്കെയാണ്. ആ സാക്ഷിയെ കൊണ്ട് പിന്നീട് ആ സാക്ഷിയുടെ മൊഴിയെടുക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ കോടതിയിൽ മാത്രം വന്ന് അയാളെ ഒരു പ്രഹസനം പോലെ തൻ്റെ സഹപ്രവർത്തകൻ തൻ്റെ കൺമുന്നിലിട്ട് പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു സാക്ഷിയെ ഒരു പ്രഹസനം പോലെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് നേരത്തെ പോലീസ് രേഖയിലില്ലാത്ത കാര്യങ്ങൾ സാക്ഷി പറയിപ്പിക്കുന്നതിലൂടെ എന്താണ് പോലീസ് വിചാരിക്കുന്നത്? എന്താണ് പ്രോസിക്യൂഷൻ വിചാരിക്കുന്നത്? എന്താണ് സ്റ്റേറ്റ് വിചാരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന പ്രതികൾ RSSകാരായിരുന്നു എന്ന് തെളിയിക്കാൻ ആരാണ് സാക്ഷികൾ? സോളിഡാരിറ്റിക്കാർക്കെതിരെ ഒരു കേസെടുത്തിട്ട് സോളിഡാരിറ്റിക്കാരെ സാക്ഷിയാക്കിയാൽ അവർ കോടതിയിൽ വന്നിട്ട് എന്തു പറയും? RSSകാർ കരുതിക്കുട്ടി നടപ്പാക്കിയെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കൊലപാതകത്തിൽ അവർ RSSകാരാണ് എന്ന് തെളിയിക്കാൻ അയാളുടെ അയൽവാസികളും അയാളുടെ സുഹൃത്തുക്കളുമായ ആളുകളെ സാക്ഷിയാക്കിയിട്ട് അതിനൊരു 164 നേരത്തെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോലും മൊഴി രേഖപ്പെടുത്തുക പോലും ചെയ്യാതെ കോടതിയിൽ സ്വതന്ത്രമായി വന്ന് സാക്ഷി പറയിപ്പിച്ചിട്ട് അയാൾ എൻ്റെ അയൽവാസിയാണ്, പക്ഷേ അയാൾ CPM പ്രവർത്തകരാണ് എന്ന് മൊഴി പറയിപ്പിച്ചു പോലീസ്. വേറെ ആരാണ് പറയിപ്പിക്കുക? ആരാണ് ഈ സാക്ഷികളെ തീരുമാനിച്ചത്? ഇവർ RSSകാരാണ് എന്ന് പറയാൻ കോടതിയിൽ
കൊണ്ടുവന്ന സാക്ഷികളെ തീരുമാനിച്ചത് ആരാണ്? ഈ നാട്ടിൽ അവർ RSSകാരാണ് എന്ന് പറയുന്ന സത്യസന്ധരായ, സത്യത്തോട് നീതി പുലർത്തുന്ന എത്ര മനുഷ്യരെ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു? ഈ നവീൽ കുമാർ കാട്ടീൽ എന്ന് പറയുന്ന ഈ വംശീയത ജനിപ്പിക്കുന്ന സംഘപരിവാർ നേതാവിന്റെ പരിപാടിയിൽ അയാൾ പങ്കെടുത്തിരുന്നു എന്ന് പറയാൻ ഈ നാട്ടിൽ എത്ര സാക്ഷികളെ കിട്ടുമായിരുന്നു? എന്തേ അന്വേഷിക്കാതിരുന്നത്? എന്നിട്ട് കൂറുമാറിയ ഒരു കാസർഗോഡുകാരൻ വക്കീൽ പറയാണ് കേസന്വേഷണത്തിൽ ഗൂഢാലോചനയില്ല എന്ന് അന്ന് ഞങ്ങളെ DYSP ബോധ്യപ്പെടുത്തിയിരുന്നു. എവിടെയാണ് ഈ ബോധ്യപ്പെടുത്തൽ? ഏത് രേഖയിലാണ് ഗൂഢാലോചന അന്വേഷിച്ചിട്ടുള്ളത്? ഇതിങ്ങനെ പോലീസ് സ്വമേധയാ തീരുമാനിച്ചിട്ട് രേഖയിലൊന്നും ഇല്ലാതെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണോ ഗൂഢാലോചനയില്ല എന്നുള്ളത്? ആരാണ് ഈ കേസിൽ ഗൂഢാലോചനയില്ലെന്ന് തീരുമാനിക്കുകയും ഗൂഢാലോചന അന്വേഷിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തത്? എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്? അത് രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ പോലീസിനകത്തുനിന്നുള്ള തീരുമാനമാണെങ്കിൽ ആരാണത് തീരുമാനിക്കുന്നത്, നിർണയിക്കുന്നത് എന്ന ചോദ്യം അതീവ പ്രസക്തമാണ്. ഈ കേസിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ തന്നെ യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു വ്യക്തിയെ തങ്ങൾക്ക് മുസ്ലിങ്ങളോടുള്ള അസാമാന്യമായ RSSകാരായ ഫെനാറ്റിക്കുകളായ RSSകാരിൽ നിന്ന് തങ്ങൾക്ക് മുസ്ലിങ്ങളോടുള്ള കടുത്ത വിരോധം കൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കൊല്ലണം എന്ന താല്പര്യത്തോടു കൂടി കൊലപ്പെടുത്തിയെന്ന് പ്രോസിക്യൂഷൻ മോട്ടീവായി എഴുതി വെക്കപ്പെട്ട കേസാണിത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധമായ ഇസ്ലാമോഫോബിയ മാത്രം മതി ഒരു കാരണം ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്താൻ എന്ന് പോലീസ് എഴുതി വെക്കപ്പെട്ട രേഖയുള്ള ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ കേസുകളിലൊന്നാണ് റിയാസ് മൗലവി വധക്കേസ് എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിൽ ആദ്യമായി സംഭവിച്ച കേസല്ല അങ്ങനെ. കൊടിഞ്ഞിയിൽ ഞങ്ങളുടെ നാട്ടിലെ ഫൈസലിനോട് എന്ത് വിരോധമാണ് RSSകാർക്ക് ഉണ്ടായിരുന്നത്? എന്ത് വ്യക്തി വിരോധമാണ്? ഫൈസലും ഇസ്ലാം മതം സ്വീകരിച്ചത് നമുക്കാർക്കെങ്കിലും അറിയാമായിരുന്നു? ഈ നാട്ടിൽ ഒരാൾ പേര് മാറ്റുന്ന പോലത്തെ ഒരു കാര്യമാണ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മതം മാറുക എന്ന് പറയുന്നത് രേഖയിലെ മാറ്റമാണ്. ഒരാളുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഒരാൾക്ക് ആശയം മാറാം, മതം മാറാം, അയാളുടെ അഭിപ്രായം മാറാം, എന്തു മാറാം. പേര് മാറുന്നത് പോലെ അയാൾക്ക് രേഖയിൽ മതം മാറാം. അങ്ങനെ ഒരു മതം മാറിയതിൻ്റെ പേരിൽ എന്തിനാണ് ഒരു മനുഷ്യനെ സംഘപരിവാർ കൊലപ്പെടുത്തി കളഞ്ഞത്? ആ കേസിൽ എവിടെയെങ്കിലും ഇത് RSSന്റെ പദ്ധതിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇവിടെ സബ്ജുഡൈസ് ആണ് എന്ന് ഒടിഞ്ഞി ഫൈസൽ കേസ് സബ്ജുഡൈസ് ആണ്. സാധാരണ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ കരുതൽ എനിക്ക് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ എൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ സബ്ജുഡൈസ് ആയ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ബാബരി മസ്ജിദ് ഇത്ര കാലം സബ്ജുഡൈസ് ആയിരുന്നു. അപ്പോൾ കോടതി അന്തിമവിധി പറഞ്ഞപ്പോഴോ അന്തിമവിധി പ്രഖ്യാപിക്കപ്പെട്ടു, ഇനിയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയല്ലേ പറയണേ? ബാബരി മസ്ജിദ് കേസിൽ സുപ്രീം കോടതി അന്തിമവിധി പറഞ്ഞു, ഇനി ആരും അഭിപ്രായം പറയാൻ പാടില്ല. അപ്പോൾ അതുവരെയോ സബ്ജുഡൈസ് ആണോ ഒന്നും പറയാൻ പാടില്ല. ഇങ്ങനെ കഴിയില്ല. ഇത് പറഞ്ഞേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ നാട്ടിൽ ഫഹദ് എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ അയൽവാസിയായ ഒരു നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യ എന്താണ് പറയാ മാനസിക രോഗി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ്. എന്താ മോട്ടീവ്? ശശികലയുടെ പ്രഭാഷണം. എന്നിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടിൽ RSSനെതിരെ വല്ല പരാമർശമുണ്ടാവും. ഈ നാട്ടിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ബാബരി മസ്ജിദ് തകർന്നത് കാറ്റടിച്ചിട്ടല്ല ഏമാനെ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പ്രവാസിയായ ഒരു പാവം ചെറുപ്പക്കാരൻ്റെ പേരിൽ കലാപത്തിന് കേസെടുത്ത പോലീസാണ് കേരള പോലീസ്. ഇങ്ങനെ അനേകായിരം മനുഷ്യരുടെ പേരിൽ, മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ ദിനേന എന്നോണം കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന പോലീസ് എന്തുകൊണ്ടാണ് സംഘപരിവാറിനോട് ഈ മയം കാണിക്കുന്നത് എന്നതാണ് ചോദ്യം. പ്രതീഷ് വിശ്വനാഥ് അയാളുടെ ഫേസ്ബുക്കിൽ ശിവരാത്രിക്ക് അന്ന് ആയുധങ്ങൾ പ്രദർശിപ്പിക്കുകയാണ്. ആഹ്വാനങ്ങൾ, നിരന്തരമായ യഥാർത്ഥത്തിലുള്ള കലാപാഹ്വാനങ്ങൾ, നാടിൻ്റെ സ്വൈര്യ ജീവിതവും സമാധാനവും തകർക്കുന്ന നിരന്തരമായ കലാപാഹ്വാനങ്ങൾ നടക്കുമ്പോൾ നോട്ട് ഇൻ കേരള എന്ന് കേരള പോലീസ് പറയുകയാണ്. എന്തിനാണ് ഈ വൈരുദ്ധ്യം? എന്തിനാണ് ഈ ഹിപ്പോക്രസി? എന്തിനാണ് ഈ കാപട്യം? എന്തിനാണ് ഇരട്ട നീതി പോലീസ് കാണിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തോ പോലീസിനെ വിമർശിച്ചാൽ കലാപാഹ്വാനത്തിന് കേസെടുക്കും എന്ന നിലപാട് കേരള പോലീസ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് എൻ്റെ ചോദ്യം. ഈ തരത്തിലുള്ള വിവേചനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യാതെ ഈ നാട്ടിൽ നമുക്ക് അതിജീവനം സാധ്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നേരത്തെ ഈ ഹാളിൽ നടത്താൻ തീരുമാനിച്ച ഒരു പരിപാടി
പോലീസ് അനുമതി നിഷേധിക്കുകയും നഗരസഭ പരിപാടി ഹാളിനുള്ള പെർമിഷൻ നിഷേധിക്കുകയും ചെയ്ത ഒരു സന്ദർഭം ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഞാൻ ആ കത്ത് വായിക്കുകയായിരുന്നു. ഇവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് റിയാസ് മൗലവിയുടെ വധക്കേസിനെ കുറിച്ചുള്ള ചർച്ച നാട്ടിൽ കലാപമുണ്ടാക്കുമെന്ന ഒരു ഉൾവിളി ഉണ്ടാവുകയാണ്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ റിയാസ് മൗലവി തങ്ങളുടെ വിജയപരാജയത്തെ നിർണയിക്കുമോ എന്ന് ഇവിടുത്തെ ഭരണകൂടത്തെ ഭരിക്കുന്ന പാർട്ടിക്ക് CPIM-ന് ബേജാറുണ്ടാവുകയാണ്. എല്ലാ കാലത്തും CPM-ന്റെ ഈ ബേജാറിന് ഇരകളാണ് ഈ നാട്ടിലെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. അവരിങ്ങനെ ഒരു ഗോൾ കീപ്പറിനെ പോലെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. RSSന് വേണ്ടുവോളം ഗോളടിക്കാം, RSSന് വേണ്ടുവോളം എന്തും ചെയ്യാം. നമ്മൾക്ക് ഒരു പ്രതിഷേധ സ്വരമുയർത്താൻ പോലും കഴിയാത്ത വിധം CPM അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ RSSന്റെ ഗോൾ പോസ്റ്റ് CPM അങ്ങനെ ഒരു ഗോൾ കീപ്പറെ പോലെ കാത്ത് സംരക്ഷിക്കുകയാണ്. കാസർഗോഡ് നടന്ന വംശീയ കലാപങ്ങളിൽ പ്രതികളെ ശിക്ഷിക്കാത്തതിൽ CPM-നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ സ്വന്തം പ്രവർത്തകരുൾപ്പെടെ, അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള സ്വന്തം പ്രവർത്തകരുൾപ്പെടെ കൊല്ലപ്പെട്ടിട്ട് അതിൻ്റെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാറി നിൽക്കാൻ കഴിയുമോ? ഈ നാട്ടിൽ ദിനേന എന്നോണം RSS നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ പദ്ധതികൾക്ക് കൂട്ടുപിടിക്കുന്ന DYSP-മാർ, SP-മാർ, കലക്ടർമാർ കാസർഗോഡുള്ളതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാറി നിൽക്കാൻ കഴിയുമോ? ഇല്ല. നിങ്ങളാണ് അവർക്ക് കുടപിടിക്കുന്നത്. നിങ്ങൾ എന്താണ് ധരിക്കുന്നത്? RSSനെ പ്രതിരോധിക്കാനെന്ന പേരിൽ ഇങ്ങനെ ഫാസിസത്തിൻ്റെയും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെയും ഇരകളായി ഒരു സമുദായത്തെ കാലാകാലവും കയ്യിൻ്റെ കക്ഷത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തണമെന്നാണ് എനിക്ക് CPM-നോട് ആവശ്യപ്പെടാനുള്ളത്. പിണറായി വിജയൻ റിയാസ് മൗലവി കേസിൽ RSS-മായി ഗൂഢാലോചന നടത്തി എന്ന ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കെ റിയാസ് മൗലവി വധക്കേസിലെ അട്ടിമറി നടന്നു എന്നതൊരു വസ്തുതയാണ്. അത് ഏതേത് വക്കീലന്മാർ കാസർഗോഡ് ഇരുന്ന് കാലുമാറി വെളുപ്പിച്ചാലും ശരി, എത്ര കളവുകൾ പറഞ്ഞാലും ശരി, വസ്തുതകൾ എന്ന് പറയുന്ന ഈ കേസിന്റെ തുടക്കം മുതൽ റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പാവം മുസ്ലിം ചെറുപ്പക്കാരനെ നെഞ്ചത്ത് കത്തിക്കുത്തി കയറ്റി കൊന്നുകളഞ്ഞതിന്റെ പാപക്കറയിൽ നിന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഒഴിഞ്ഞു മാറുക സാധ്യമല്ല. നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ അപകീർത്തിപ്പെടുത്തിയതിന് തിരുവനന്തപുരത്ത് കേസെടുക്കുമ്പോൾ പിണറായി വിജയൻ പറയുകയാണ്, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം നിയന്ത്രിക്കുന്ന പോലീസാണ്, എനിക്കതിൽ ബന്ധമില്ല. ഈ നാട്ടിൽ റൂൾ ഓഫ് ലോ ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു ആഭ്യന്തരമന്ത്രിയാണ് പിണറായി വിജയൻ. ഈ സംസ്ഥാനത്ത് നിയമവാഴ്ച നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്ത, പോലീസിന് തോന്നും പോലെ ആളുകളുടെ മേൽ കേസെടുക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടാക്കിയ, സംസ്ഥാനം കണ്ട ഏറ്റവും കഴിവുകെട്ട, ഈ സംസ്ഥാനം കണ്ട ഏറ്റവും മനുഷ്യത്വ വിരുദ്ധനായ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലാണ്, പോലീസ് മന്ത്രി എന്ന നിലയിലാണ് ചരിത്രം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ അടയാളപ്പെടുത്താൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാധാരണ കാസർഗോഡ് വരുമ്പോൾ മലപ്പുറത്ത് നിന്ന് ഒരു അയൽപ്പക്കത്തെ വീട്ടിൽ പോയതിൻ്റെ ഒരു ഫീലാണ് സാധാരണ മലപ്പുറത്തുകാർക്ക് ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പലതരത്തിലുള്ള സാമ്യതകൾ നമ്മൾ തമ്മിലുണ്ട്. അതിലൊന്ന് മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സഹവർത്തിത്വവുമാണെങ്കിൽ, ഈ നാടിൻ്റെ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിൽ നിങ്ങളുടെ മനസ്സിൻ്റെ നിഷ്കളങ്കതയും നന്മയും ഉണ്ടെങ്കിൽ സമാനമായ സാഹചര്യമുള്ള ഒരു പ്രദേശമാണ് ഞങ്ങളുടെ മലപ്പുറം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സാമ്യത എന്ന് പറയുന്നത് ഭരണകൂട വിവേചനമാണ്. അത് നമ്മളെ സംഘപരിവാറിന് കൊലപ്പെടുത്താൻ, മംഗലാപുരത്ത് നിന്ന് പ്രതികൾക്ക് വന്ന് കൊലപ്പെടുത്താൻ ചെക്ക് പോസ്റ്റുകൾ തുറന്നു കൊടുക്കുകയും തിരിച്ചു പോകാൻ ചെക്ക് പോസ്റ്റുകൾ തുറന്നെടുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖലയിൽ, കാസർഗോഡിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ, കാസർഗോഡിൻ്റെ വാണിജ്യരംഗത്ത്, കാസർഗോഡിൻ്റെ എല്ലാ തരത്തിലുള്ള വികസന രംഗത്തും കാണിക്കുന്ന വിവേചനം. എന്തുകൊണ്ടാണ് ഭരണകൂടം കാസർഗോഡിനോടുള്ള വിവേചനം അവസാനിപ്പിക്കാത്തത്?
ആ വിവേചനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടിയാണ് ഞങ്ങളുടെ ദേശവും നിങ്ങളും തമ്മിലുള്ള ബന്ധം. നേരത്തെ ഷജീദ് സൂചിപ്പിച്ചല്ലോ. എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ ചില പ്രദേശങ്ങളോട്, ഭീമാപള്ളിയോട്, ഈരാറ്റുപേട്ടയോട്, മട്ടാഞ്ചേരിയോട്, കാസർഗോഡിനോട്, മലപ്പുറത്തിനോടൊക്കെ ഇവർക്ക് ഇത്ര വിരോധം? എന്താണ് അതിൻ്റെ? കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു വർഗീയ ഉള്ളടക്കം തിരയുന്ന ഒരു രാഷ്ട്രീയം സംഘപരിവാറിൽ മാത്രമല്ല, നമ്മുടെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതിൻ്റെ നേതാക്കളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ്? അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇത്ര എളുപ്പത്തിൽ മനുഷ്യരെ കുത്തിക്കൊല്ലാനും കടന്നു കളയാനും വിട്ടുപോകാനും സാക്ഷികൾ മൊഴിമാറ്റി പറയാനും കേസന്വേഷണം അട്ടിമറിക്കപ്പെടാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കാം. ഈ തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടാവുമ്പോൾ നിശബ്ദമാക്കാൻ, നിങ്ങൾ നിശബ്ദരാകൂ എന്ന് പറയാൻ, നമ്മുടെ നാട്ടിലിപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ വിമർശിച്ചാൽ അത് പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് പ്രകാരം, ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ ഇല്ലാത്ത വകുപ്പുകൾ ഉണ്ടാക്കി പോലീസ് കേസെടുക്കുകയാണ്. നിങ്ങൾ ഈ പരിപാടി നടത്തിയതിന് പോലീസിന് എന്തൊക്കെ ചെയ്യും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പോലീസിനോട്, ഭരണകൂട സംവിധാനത്തോട് സ്നേഹബുദ്ധിയ, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഈ ഉള്ളടക്കം എന്ന് പറയുന്നത്, ഒരു കാലത്തും ആർക്കും മനസ്സിലാകാത്ത ഈ ഉള്ളടക്കം എന്ന് പറയുന്നത് അനീതിയോട് സമരസപ്പെടാൻ ഒരുക്കമല്ലാത്ത ഒരു വല്ലാത്ത തരത്തിലുള്ള അസ്വസ്ഥതയുടെ ഉള്ളടക്കമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് നല്ലത് എന്ന് പോലീസിനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീതിയില്ലാതെ സമാധാനം പുലരില്ലെന്ന് തിരിച്ചറിയുന്നതാണ് നല്ലത് എന്ന് ഭരണകൂടത്തിൻ്റെ സകല ഏജൻസികളും തിരിച്ചറിയുകയല്ലാതെ, നീതിയില്ലാതെ സമാധാനം പുലരില്ലെന്ന് പോലീസ് അടക്കമുള്ള ഏജൻസികൾ തിരിച്ചറിയുകയല്ലാതെ, നീതി നിഷേധം അവസാനിപ്പിക്കുകയല്ലാതെ ഈ ശബ്ദം അവസാനിക്കുന്ന ഒരു സാഹചര്യം മനുഷ്യർ ജീവിക്കുന്നിടത്തോളം, ആത്മാഭിമാനത്തോടു കൂടി ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്നോർക്കുന്നതാണ് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് ഹൃദ്യമായ അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.